പ്രീസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാകുന്നു. നമുക്കറിയാം, ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കാരാഗ്രഹ ലേഖനങ്ങളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദാറ്റ് ഇസ് 1 എഫിസ്യൻസ്, 2 ഫിലിപ്പീൻസ്, മറ്റേത് കൊലോസ്യൻസ്, മറ്റേത് ഫിലോമോൻ. ഈ 4 ലേഖനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2 പ്രാർത്ഥനകളെക്കുറിച്ചാകുന്നു നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം ഇന്ന്. അതിൻ്റെ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് ഓരോ വിശ്വാസിക്കും കർത്താവ് നമുക്ക് അഷ്വറൻസ് തരികയാകുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു കർത്താവിൽ കൂടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം, പിതാവായവന് വാഴ്ത്തപ്പെട്ടവൻ. ആമീൻ, ഹല്ലേലൂയ. വേറൊരു ഭാഗത്ത് പറയുന്നത്, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തന്നു. എന്നും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനും നമ്മളെ ടു പ്രൊട്ടക്റ്റ് അസ്, ടു ലീഡ് അസ്, ഗൈഡ് അസ്, എല്ലാ കാര്യത്തിനും. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എപ്പോഴും നിരന്തരമായിട്ട് നമ്മുടെ കൂടെയുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. രണ്ടാമതേത്, വചനം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നു. വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും സമീപമായിട്ട് വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1:14 പറയുന്നത്, നമ്മുടെ സംരക്ഷണയ്ക്കായിട്ട്, രക്ഷിക്കപ്പെടുവാനുള്ള ആൾക്കാരുടെ സംരക്ഷണയ്ക്കായിട്ട് ദൈവദൂതന്മാരെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ സൈന്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാത്തിനും വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ ഒരു കർത്താവിൻ്റെ മകനും മകളുമായി നമ്മളെ മാറ്റിത്തീർത്ത ആ വലിയ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം മറന്ന് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നു. ദൈവത്തിൻ്റെ മകനും മകളും നമ്മെ ആക്കി. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഇനിയും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. നമ്മെ ചേർക്കുവാനായിട്ട്, സഭയെ ചേർക്കുവാനായിട്ട് വീണ്ടും കടന്നു വരും എന്ന് നമ്മൾ വിശ്വസിച്ച് അവനെ ഏറ്റെടുക്കണം. ആമീൻ, ഹല്ലേലൂയ. യേശുവിനെ ഏറ്റെടുക്കണം. ആമീൻ, ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നമ്മളിത് വിശ്വസിക്കുകയും വാഗൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് എല്ലാ പ്രൊവിഷൻസും, കർത്താവ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിശ്വാസത്തോടെ വചനം വായിച്ച് മുമ്പോട്ട് നമ്മൾ ജീവിച്ച് ദൈവമക്കളായിട്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം. ആമീൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പലതിനെക്കുറിച്ചും അറിവില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്നവരാകുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ വചനത്തിൽ നിന്ന് ഓരോ കാര്യം നമ്മൾ പക്കായിട്ട് നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് അതുപോലെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയും നമ്മോട് പറയുകയും ചെയ്യുന്നത്, ആദ്യമായിട്ട് അതിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ആമീൻ, ഹല്ലേലൂയ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആമീൻ, ഹല്ലേലൂയ. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം. ദൈവം ആരാകുന്നു, ആമീൻ, എല്ലാ കാര്യങ്ങളും അറിയണം. നമുക്ക് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതായി വിളിച്ചു വരുത്തിയ ദൈവം, ആമീൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്കും തന്നെക്കുറിച്ചുള്ള, പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം വേണം ആദ്യമായിട്ട്.
അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നമ്മൾ സുബോധം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ്. ജ്ഞാനമില്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവില്ലെങ്കിൽ ആമീൻ, നമ്മൾ ചിലപ്പോൾ പലരും കേട്ടറിഞ്ഞ ഉള്ള ജ്ഞാനം മാത്രമേ ഉള്ളായിരിക്കാം. നമുക്ക് വചനത്തിൽ കൂടെയുള്ള പരിജ്ഞാനം വചനത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആമീൻ ഹല്ലേലൂയ ഒരു വെളിപാട് കിട്ടുന്നവരായിരിക്കണം. പലപ്പോഴും പലരും പറയുന്നുണ്ട്, ഞാൻ ഈ ബൈബിള് എല്ലാം വായിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഓരോ മനുഷ്യർ പറയുന്നുണ്ട്, ഞാൻ 5-6 പ്രാവശ്യം ബൈബിള് വായിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്കൊന്നും അതിൻ്റെ അകത്തുനിന്ന് വലിയതായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്നു തന്ന് നമ്മളൊരു രക്ഷിക്കപ്പെട്ട പൈതലായതിനു ശേഷം മാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് കഴിഞ്ഞ് ആ പരിശുദ്ധാത്മാവ് ഈ വചനം നമ്മെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് പിതാവിനെക്കുറിച്ചുള്ള ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പിതാവിനെക്കുറിച്ചുള്ള ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്താണ് ട്രിനിറ്റി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഒന്നാണെന്നോ? പല ഡൗട്ടുകൾ നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. എന്നാൽ അപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് ആദ്യമായിട്ട് നമ്മളും പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ തരുമാറാകണമേ. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറയുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ വചനം മനസ്സിലാക്കുവാനായിട്ട് കൃപ തരണമെന്ന് നമ്മൾ തന്നെത്താനെ നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ആമേൻ ഹല്ലേലൂയ നമുക്ക് വചനം മനസ്സിലാക്കുവാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് ആത്മീയമായിട്ടുള്ള പല വിഷയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ലൂദിയ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലൂദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ആമീൻ ഹല്ലേലൂയ. അപ്പോൾ അന്നേരം തന്നെ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ടതായിട്ട് നാം കാണുന്നു. നമ്മുടെ ഹൃദയദൃഷ്ടി ആമേൻ ഹല്ലേലൂയ തുറന്നു തന്നതുകൊണ്ടാകുന്നു ഇന്ന് നമ്മൾ ദൈവ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം, ഒരു കാലത്ത് ദൈവത്തെ മറന്ന് ജീവിച്ചവരായിരുന്നു, അല്ലെ ഈ പരിജ്ഞാനം ഒന്നും ഇല്ലാത്തവരായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു അറിവ് മാത്രമേ ഉള്ളൂ. നിക്കോദോമിസിനോട് പറഞ്ഞതുപോലെ, നിനക്ക് നിക്കോദോമിസ് വലിയൊരു പ്രമാണിയായിരുന്നു, എല്ലാത്തിനെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ചെല്ലാം അറിയാൻ, ദൈവത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ചെല്ലാം അറിയായിരുന്നു. എന്നാൽ ഈ അറിവൊന്നും ഹല്ലേലൂയ സ്വർഗത്തിൽ അല്ലെങ്കിൽ എൻ്റെ മകനോ മകളോ ആക്കത്തില്ല. എന്താ ചെയ്യേണ്ടേ? നമ്മൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തെ കാണത്തില്ല എന്നാണ് നിക്കോദീമസിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു കാലത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു മക്കളായിരുന്നു, നമുക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. ആർക്കും നമ്മളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ, ആരും നമ്മളെ പിന്നോക്കം വലിച്ചാലും നമ്മൾ പോകാത്ത രീതിയിൽ അത്ര ദൃഢമായിട്ട്, അത്ര ധൈര്യമായിട്ട്, അത്ര നിശ്ചയമായിട്ട് നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. യേശു നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, നമ്മളെ കർത്താവ് വിടുവിച്ച വിധങ്ങൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ, ആമേൻ ഹല്ലേലൂയ, വേറെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതായിട്ടുള്ള നിമിഷങ്ങൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറന്നു പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ആമേൻ കർത്താവ് നമ്മുടെ ഹൃദയത്തെ, രണ്ടാമതായിട്ട് പറയുന്നത്, ആദ്യത്തേത് നമ്മുടെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും തരുവാനായിട്ട്, രണ്ടാമത് നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കണം. ആമേൻ ഹല്ലേലൂയ. എന്തിനാകുന്നു ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കുന്നത്? അതിൻ്റെ താഴോട്ട് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ഇന്ന് നമ്മൾ പലരും ആമേൻ ഞാൻ ഉൾപ്പെടെ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത്, നമ്മൾ എന്താകുന്നു ചെയ്തത്, എവിടെ പോകണം, എന്ത് ചെയ്യണം, ആമേൻ ഒരു ലക്ഷ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചയമില്ലാത്ത ഒരു പോക്കാകുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയല്ല, നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ആമേൻ ഹല്ലേലൂയ നമ്മൾ ചോദിച്ച്
കർത്താവിനോട് ചോദിച്ച് വാങ്ങിക്കണം. കർത്താവെ, എന്നെക്കുറിച്ച് എൻ്റെ കർത്താവ് എന്തുവാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ വിളിയുടെ ആശയം എന്നതെന്ന് എന്നെ അറിയിക്കണമേ. ആമേൻ. ആ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നടത്തുമാറാകണമേ. ആ ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ ഉയർത്തുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മളെ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. മൂന്നാമത്തെ നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന്. പലപ്പോഴും നമ്മുടെ അവകാശം, നമുക്ക് എന്തെല്ലാം അവകാശമുണ്ടെന്ന് നമുക്കറിയത്തില്ല. വചനത്തിൽ പറയുന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ച പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെ മക്കളും അവകാശികളുമായിട്ട് മാറ്റി തീർത്തിരിക്കുകയാകുന്നു. ആ അവകാശം, നമ്മളെ അവകാശികളും കൂട്ടവകാശികളുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ അവകാശികളും കൂട്ടവകാശികളുമാകുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാകാത്തത് കൊണ്ടാകുന്നു നമുക്ക് പലപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ, ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. യജമാനാണെങ്കിലും നമുക്ക് അത് ശിശു ആയിരിക്കുന്നിടത്തോളം ഒന്നിനും ഒരു അവകാശമില്ല. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ അവകാശിയാണെങ്കിലും വചനത്തിൻ്റെ അകത്ത് വചനം അറിയാത്തിടത്തോളം കാലം നമ്മൾ ഒന്നും അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നേ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തേത്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ല. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, അളവറ്റ വലുപ്പം. അതെത്രയും വലുതാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൻ്റെ ആദ്യമായിട്ട് അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം എത്ര വലിയതാകുന്നുവെന്ന് നമ്മൾ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പഴയ നിയമ കാലത്ത് കർത്താവ്, ഹല്ലേലൂയ, മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത ദൈവം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവം, സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. നമുക്കറിയാം ആ ഒരു ബലത്തിൻ്റെ അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം. അതുകൊണ്ട് നമുക്കൊരിക്കലും അളക്കുവാനായിട്ട് സാധിക്കാൻ വയ്യാത്ത രീതിയിൽ ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധിക്ക് അതീതമാം ബുദ്ധി, ശക്തിക്ക് അതീതമാം ശക്തി, ഇവയെല്ലാം ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ഇത് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും, എനിക്ക് ഇത്രേ ശക്തിയുള്ളൂ, ഇത്രേ കഴിവുള്ളൂ, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാകുമ്പോൾ നാം ദൈവ മക്കളായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. ഉടനെ നമ്മളല്ല പിന്നെ പ്രവർത്തിക്കുന്നേ. ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവികമാകുന്ന ഒരു ശക്തിയുണ്ട്, ആ അളവറ്റ ശക്തിയുടെ വലിപ്പം. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്യപത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഹല്ലേലൂയ, ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നതെന്ന്, ദൈവത്തിൻ്റെ ശക്തി ഇന്നതെന്ന്, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി അന്ന് കാരാഗൃഹത്തിൽ കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാനൊക്കൂ. അല്ലെങ്കിൽ പലപ്പോഴും കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ ബലത്തെക്കുറിച്ച് നമുക്കറിയത്തില്ലെങ്കിൽ, നമ്മുടെ അവകാശം ഇന്നതെന്ന് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാൻ വയ്യായെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചതിൻ്റെ ആശ ഇന്നതെന്ന് നമുക്ക് തന്നെ താൻ അറിയാൻ വയ്യായെങ്കിൽ, നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്നത്, ആത്മീയമായിട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ നമ്മളൊരു നിശ്ചയമില്ലാത്ത ഒരു രീതിയിലാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിലേക്കൊന്ന് പകരണമേ, അതൊന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ. അതുപോലെ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയും കൂടെ
പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുന്ന കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. നമ്മളോട് ഒരു പ്രാർത്ഥനയും കൂടെ ഇതിൻ്റെ അകത്ത് പൗലോസ് പറയുന്നത്. ഒന്നാമത്തേത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആദ്യമായിട്ട് പറയുന്നത് ആമീൻ ഹല്ലേലൂയ, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പുറമേ ഉള്ള മനുഷ്യൻ നമ്മൾ ക്ഷയിച്ചു പോയാലും, പുറമേ ഉള്ള മനുഷ്യൻ നമുക്ക് എന്ത് പ്രയാസം വന്നാലും, മേ ബി യു ആർ ബിക്കമിങ് ഓൾഡ്, മേ ബി യു ആർ സിക്ക്, അങ്ങനെ പല കാര്യം കൊണ്ട് നമ്മൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്ന അകത്തെ ഹല്ലേലൂയ, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ, കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് എഴുന്നേൽക്കണം. എപ്പോഴും അതായിരിക്കണം നമുക്ക് വേണ്ടി എല്ലാ ദിവസവും അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിതാവസ്ഥയിലായെങ്കിലും അത് നമ്മൾ വലുതായിട്ട് ഗണ്യമാക്കാതെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ നാം ഇരിക്കണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. ആമീൻ. ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കണം. ആമീൻ. 2, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 2, നമ്മുടെ വിശ്വാസം. ആമീൻ ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. അല്പവിശ്വാസിയെ എന്ന് കർത്താവ് വിളിച്ച പോലെ നമ്മയും വിളിക്കുവാനായിട്ട് ഇടവരരുത്. ആമീൻ. ഉറച്ച വിശ്വാസം, ആ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം, ഒരിക്കലും വിട്ടുമാറാത്ത വിശ്വാസം. ആമീൻ ഹല്ലേലൂയ. വിശ്വാസം എന്ന വരം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആമീൻ ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് യേശു കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. ക്രിസ്തു ഹല്ലേലൂയ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, എന്നും വസിക്കണം. ആമീൻ. വരം നൽകണമെന്നും. ആമീൻ ഹല്ലേലൂയ. മൂന്നാമത്തേത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും. ആമീൻ ഹല്ലേലൂയ. നമുക്കറിയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്ന കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര മാത്രമുള്ള സ്നേഹമായിരുന്നെന്ന്. ആമീൻ. ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും മനസ്സിലാക്കുവാൻ ദൈവസ്നേഹം എന്താകുന്നു. ആമീൻ ഹല്ലേലൂയ. അതാകുന്നു നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നൊക്കെ പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവസ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഒക്കൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രം ആഴമുള്ളതാകുന്നു. വീതി ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയാൻ വയ്യാത്തതായിട്ടുള്ള വീതിയും നീളവും ഉയരവുമാകുന്നു. അത് മനസ്സിലാക്കണം. ആമീൻ ഹല്ലേലൂയ. അതുപോലെ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും. ആമീൻ ഹല്ലേലൂയ. ആ പരിജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാൻ വയ്യാത്തതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറങ്ങി വരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നാം നിറങ്ങി വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ നാം ഓരോരുത്തരും ആമീൻ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മുട്ടുകുത്താം. ആമീൻ ഹല്ലേലൂയ. നമുക്കിതെല്ലാം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാം. ഇതൊന്നും നമുക്ക് ഇല്ലെങ്കിൽ കർത്താവെ എനിക്ക് തരണമേ. ആമീൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാൻ എൻ്റെ ഹൃദയത്തെ നീ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ആമീൻ ഹല്ലേലൂയ വചനത്തിൽ കൂടെ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ അളവറ്റ വലുപ്പം എത്ര വലിയതെന്ന് കർത്താവെ മനസ്സിലാക്കുവാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള കർത്താവെ, ദൈവത്തിൻ്റെ ദൈവമേ ആ ശക്തിയുടെ അളവറ്റ വലുപ്പം എത്ര
വലിയതാകുന്നുവെന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതി ഉയരവും മനസ്സിലാക്കുവാനും അങ്ങനെ കർത്താവ് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരുവാനായിട്ട് ആമേൻ കർത്താവെ എല്ലാം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മക്കളായിട്ട് ജീവിപ്പാനായിട്ടുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.